യഥാർത്ഥത്തിൽ നാളെ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യും, ബെഞ്ചമിൻ നെതന്യാഹു എന്ത് ചെയ്യും എന്ന് നമുക്ക് ആർക്കും തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. മെഡിറ്ററേനിയൻ കടലിലും സന്നാഹങ്ങൾ ഉണ്ട്. അവിടെ ഇസ്രയേലിൻ്റെ തീരത്തോടടുത്ത് പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രോയർ, പാർക്ക് ചെയ്ത മിസൈൽ ഡിസ്ട്രോയർ നങ്കൂരമിട്ടതായി വാർത്തകളുണ്ട്. ആഴ്ചകളോളം അത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അമേരിക്ക ഏറ്റവും ഭയക്കുന്നതും വെറുക്കുന്നതും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതും ലോങ് വാറാണ്. ലോങ് ഡ്യൂറേഷൻ വാർ, പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അമേരിക്ക എന്നെല്ലാം ദീർഘമായ യുദ്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ, അപ്പോഴെല്ലാം തന്നെ ആത്യന്തികമായി അമേരിക്കയ്ക്ക് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നു. അത് വിയറ്റ്നാമിൽ കണ്ടതാണ് 70കളിൽ, അത് അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ് സമീപകാലത്ത്, അവിടെ നിന്നെല്ലാം ഇറാഖിൽ കണ്ടതാണ്. അവിടെ ഒന്നും തന്നെ ശാശ്വതമായി അമേരിക്കയ്ക്ക് നിൽക്കാനാവില്ല. ഇറാൻ അമേരിക്ക വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഒപ്പമുണ്ട്. കുറേ ദിവസമായി നമ്മൾ ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നു എന്ന് വാർത്തകൾ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിശകലന വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ ഇറാനെ അമേരിക്ക ഉറപ്പായും ചാമ്പലാക്കും, അതല്ലെങ്കിൽ ഇറാൻ അമേരിക്കയെ തിരിച്ചടിച്ച് തോൽപ്പിക്കും എന്നൊന്നും പറഞ്ഞ് ആരുടെയും പക്ഷം പിടിച്ചിട്ടില്ല. ഇറാൻ്റെയോ അമേരിക്കയുടെയോ പക്ഷം പിടിക്കുന്നില്ല. നിഷ്പക്ഷമായ രീതിയിൽ വീഡിയോകൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കൃത്യമായും ഓരോ ദിവസവും ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വീഡിയോസും ചെയ്യാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക പോര് ഇന്ന് നോക്കുമ്പോൾ മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോര് മുറുകിയ ഒരു അന്തരീക്ഷമായോ? കാരണം ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളതുമായ 2 US വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് അപൂർവമാണ്. ഇതിനെല്ലാം പുറമെയാണ് USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്ത് ആഴ്ചകൾക്ക് മുന്നേ നങ്കൂരമിട്ടതും. ഇറാനിൽ US-ന്റെ സൈനിക നടപടി ഉടനുണ്ടാകും. ഏതാണ്ട് എല്ലാ ദിവസവും യുദ്ധം ഉടനടി സംഭവിക്കും എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ആർക്കും തന്നെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ എനിക്കോ ഇറാൻ്റെ ഉള്ളിൽ ചെന്ന് അവിടുത്തെ അവസ്ഥകൾ സ്ഥിരീകരിക്കാൻ ആവില്ല. അത് ഏതാണ്ടൊരു അയൺ കർട്ടൻ പോലെ തന്നെയാണ്. കാര്യമായ അകത്തേക്ക് കാര്യങ്ങൾ കിടക്കുന്നില്ല. പിന്നീട് വെസ്റ്റേൺ മീഡിയ നൽകുന്ന റിപ്പോർട്ടുകൾ അത് പലപ്പോഴും പാർഷ്യലായിരിക്കണം, വൺ സൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മറുപക്ഷത്ത് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റായിട്ട് നൽകുന്ന മാധ്യമങ്ങൾ അത് റെഫർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അൽ ജസീറ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രവും BBC CNN നെറ്റ്വർക്കുകളൊക്കെ നൽകുന്ന വിവരണങ്ങളും, ഗാർഡിയൻ ദിനപത്രം, ടൈംസ്, ന്യൂയോർക്ക് ടൈംസ്, ഇവരുടെയൊക്കെ മൂല്യങ്ങൾ നമുക്കറിയാമല്ലോ. അവരെല്ലാം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്, ചില പക്ഷപാതിത്വമുണ്ട്. ഇതൊക്കെ തന്നെ സാധാരണ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിക്കുന്നവർക്ക്, അത് കാണുന്നവർക്ക് അത് വിശകലനം ചെയ്യാനാവും. അതെല്ലാം മനസ്സിലാക്കിയാണ് ഇതേത് ഡയറക്ഷനിലാണ് നീങ്ങുന്നത് എന്ന് പരമാവധി ആ ഒരു ഡയറക്ഷൻ മാത്രമേ പറയാനാവൂ. യഥാർത്ഥത്തിൽ നാളെ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യും, ബെഞ്ചമിൻ നെതന്യാഹു എന്ത് ചെയ്യും എന്ന് നമുക്ക് ആർക്കും തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. അതുകൊണ്ടാണ് ഇതിനകത്തൊരു പ്രവചനത്തിന് സ്വഭാവമേ ഇല്ല. സ്ഥിതിഗതികളുടെ വിലയിരുത്തൽ എന്ന നിലയിലാണ്. പക്ഷെ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 പ്രധാന വിമാനവാഹിനി കപ്പലുകൾ, അതിൻ്റെ ആവശ്യം സാധാരണഗതിയിൽ ഇല്ലല്ലോ. നമ്മുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനം ഇത് മാത്രമാണ് എന്ന് പറയുമ്പോൾ വിമാനവാഹിനി കപ്പൽ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തോട് സമീപിക്കുന്നത്? ആ രാജ്യത്തേക്ക് ഇടപെടൽ, ഏറിയൽ ബൊംബാർഡ്മെൻറ്റ്, ആകാശം വഴിയുള്ള ആക്രമണം, അത് നടത്താൻ തന്നെയാണ് വിമാനവാഹിനി കപ്പലുകൾ വരുന്നത്. പിന്നീട് ഒരു ഇൻറ്റിമിഡേറ്ററി ടാക്ടിക്സും കൂടിയാകാം. ഒരു നെഗോസിയേഷൻ നടക്കുമ്പോൾ പരമാവധി ഇൻറ്റിമിഡേഷൻ, അതായത് ഒരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരാളുടെ കയ്യിൽ കത്തി ഉണ്ട്, മേശപ്പുറത്ത് കത്തി കുത്തി വെച്ചിരിക്കുകയാണ്. നമ്മളൊരു ഡീലിലെത്തിയില്ല എങ്കിൽ ഈ കത്തിയെടുത്ത് ഞാൻ താങ്കളെ കുത്തും എന്ന ഒരു പ്രഖ്യാപനവും നടത്തുന്നു. മറുവശത്തും പറയുന്നു, ഞങ്ങളുടെ കയ്യിലും കത്തിയുണ്ട്, അത് മേശയുടെ അടിയിൽ വെച്ചിരിക്കുകയാണ്, ഞങ്ങളത് പുറത്തെടുക്കും എന്ന് പറയുന്നു. സമാനമായ റെറ്ററിക്ക് തന്നെയാണ്. ഒരാളുടെ കത്തി പ്രദർശന വസ്തുവായി ഉണ്ട്, മറ്റേയാളിൻ്റെ കത്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദുരൂഹതയുണ്ട്. അതായത് ഇറാൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ദുരൂഹതയുണ്ട്. കാരണം ഇറാൻ എത്രത്തോളം കേപ്പബിളാണ്, മിലിറ്ററിസ്റ്റിക്കലി കേപ്പബിളാണ്. ഇപ്പം ഇറാൻ്റെ ഡിഫെൻസീവ് കേപ്പബിലിറ്റി ആണല്ലോ പ്രധാനം.
അമേരിക്കയുടെ ഒഫൻസീവ് കേപ്പബിലിറ്റിയും ഇറാൻ്റെ ഡിഫൻസീവ് കേപ്പബിലിറ്റിയും തമ്മിലുള്ള ഉരകല്ലായി ഇത് മാറുമോ എന്നതാണ് ചിന്ത. അതുകൊണ്ടാണ് 2 വിമാനവാഹിനി കപ്പലുകൾ USS എബ്രഹാം ലിങ്കൺ ഒമാൻ കടലിടുക്കിലും, അതായത് ഇറാൻ്റെ ഏതാണ്ട് 700 കിലോമീറ്ററോളം നോട്ടിക്കൽ മൈൽസ് തെക്ക്. അതുപോലെ ഇപ്പോൾ യാത്രയിലാണ് മറ്റേ കപ്പൽ USS ജെറാൾഡ് ഫോർഡ്. അപ്പോൾ ഇത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മെഡിറ്ററേനിയൻ കടലിലെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 കപ്പലുകളിൽ നിന്നും പരമാവധി പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക ഒരുപക്ഷെ ചിന്തിക്കുന്നത്. ആ ഓപ്ഷനാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ഹീ കീപ്സ് ദാറ്റ് ഓപ്ഷൻ ഓപ്പൺ. അതുകൊണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ശക്തിയുണ്ട്, ഓപ്ഷൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആക്രമിക്കണമെന്നില്ലല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നെഗോസിയേഷനിൽ നടന്നു കഴിഞ്ഞാൽ ആക്രമിക്കേണ്ട എന്ന് വെക്കാനും ട്രംപിന് സാധിക്കും, അമേരിക്കയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു യുദ്ധ സന്നാഹം ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട അന്നന്നത്തെ നിലവാരം, അത് കമ്പോള നിലവാരം എന്ന രൂപത്തിൽ ചിലർ തമാശയ്ക്ക് പറയാറുണ്ട്, അത് അസസ് ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെ മുഖാമുഖം 2 സൈന്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പ്രേക്ഷകരോട് സംസാരിച്ചപ്പോൾ ചെയ്ത വീഡിയോ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലാണ് ചർച്ചകളൊക്കെ ഫലം കാണുന്നു എന്ന സൂചന ഒരു വശത്ത് വരുമ്പോഴും യുദ്ധസന്നാഹങ്ങൾക്കും മൂർച്ച കൂടുന്നതായി ഇപ്പോൾ കാണുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നാവിക വ്യോമസേന വിന്യാസം US ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനോടകം 150-ലധികം മിലിറ്ററി കാർഗോ വിമാനങ്ങൾ ഇറാന്റെ പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും ഇതിലധികം യുദ്ധവിമാനങ്ങൾ എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആഴ്ചകളോളം നീളുന്ന വലിയൊരു യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇവിടെയാണ് ആ ബിൽഡപ്പിൻ്റെ പ്രസക്തി. ആഴ്ചകളോളം നീണ്ടുനിന്ന ഒരു ബിൽഡപ്പ്, അതിപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തോളമായി ഈ ബിൽഡപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ പുതിയതായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തിയത് തന്നെ 150ഓളം വിമാനങ്ങളാണ്. അതിൽ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് 50 വിമാനങ്ങൾ ജോർദാൻ എയർ സ്പേസിൽ സ്പോട്ട് ചെയ്തു, എയർ ട്രാക്കിംഗ് സംവിധാനത്തിൽ സ്പോട്ട് ചെയ്യുന്നതായി വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയെങ്കിൽ അത്രയും വിമാനങ്ങൾ കടലിൽ നിന്നല്ല കരയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അതിനൊരു കരഭൂമി ആവശ്യമുണ്ട്. നിലവിൽ സൗദി അറേബ്യയും UAEയും കരഭൂമി വാർ ഓപ്പറേഷൻ ഇറാനെതിരെയുള്ള യുദ്ധ നീക്കത്തിനായി വിട്ടുകൊടുക്കില്ല എന്ന പ്രഖ്യാപിത നിലപാട് എടുത്തിട്ടുണ്ട്. അതേസമയം ജോർദാൻ ആ ഒരു നിലപാട് എടുത്തിട്ടില്ല. ഒരുപക്ഷെ ജോർദാൻ്റെ ഒരു ഭൂമി, ആകാശം മുതലായവ ഉപയോഗിക്കാം. അതുപോലെ ഇറാഖിന് മുകളിലൂടെയും സിറിയയുടെ മുകളിലൂടെയൊക്കെ എയർ കോറിഡോർ തന്നെ തുറന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒരു 6-7 മാസം മുൻപ് ഇസ്രയേലിൻ്റെ ആക്രമണം ഇറാന് നേരെയും തിരിച്ചും നടന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയൊന്നും കടന്നു പോകുന്ന മിസൈലുകൾ വെടിവെച്ചിടാനുള്ള സംവിധാനമൊന്നും തന്നെ ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് ഒരു എയർ സുപ്പീരിയോറിറ്റി ആദ്യം ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീടാണ് നമ്പേഴ്സിന്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച നമ്പേഴ്സിൻ്റെ ഒരു ഗെയിം നോക്കൂ. ഒരു വിമാനവാഹിനി കപ്പലിൽ 70-ൽ പരം വിമാനങ്ങൾ, അത് USS എബ്രഹാം ലിങ്കനിൽ 70 മുതൽ 95 വരെ വിമാനങ്ങൾ വഹിക്കാൻ കഴിയും എന്നാണ് കണക്ക്. അതുപോലെ തന്നെ 4000-4500 നാവികർ ഈ വിമാനവാഹിനി കപ്പലിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കപ്പലുകളോടൊപ്പം തന്നെ ചേർന്ന് പോകുന്നതാണ് ഡിസ്ട്രോയേഴ്സ്. ഈ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കണം. കാരണം കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ ഒരിക്കലും സാധാരണ കപ്പലുകളെ പോലല്ല, നഷ്ടപ്പെടുത്താൻ ആവില്ല. അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് ഡിസ്ട്രോയേഴ്സ് പോകും. അവർക്കെതിരെ, കപ്പലുകൾക്ക് നേരെ വരുന്ന മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ, ഡ്രോണുകൾ ചെറുക്കാൻ വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങളാണ്. അപ്പോൾ അത് കൂടുമ്പോൾ അതേതാണ്ട് 13ഓളം വിവിധങ്ങളായ ഡിസ്ട്രോയേഴ്സിന് ഉപരിയായി മറ്റ് കപ്പലുകളും പേർഷ്യൻ ഉൾക്കടലിന് സമീപമുള്ള, കൂടുതലും ഒമാൻ ഉൾക്കടലിലേക്കാണ്, അവിടെയാണ് കോൺസെൻട്രേഷൻ. മറുപക്ഷത്ത് മെഡിറ്ററേനിയൻ കടലിലും സന്നാഹങ്ങൾ ഉണ്ട്. അവിടെ ഇസ്രയേലിൻ്റെ തീരത്തോടടുത്ത് പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രോയർ പാർക്ക് ചെയ്ത മിസൈൽ ഡിസ്ട്രോയർ നങ്കൂരമിട്ടതായി വാർത്തകളുണ്ട്. ആഴ്ചകളോളം അത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അതുമാത്രമല്ല മെഡിറ്ററേനിയൻ ഭാഗത്തേക്കാണ് USS ജെറാൾഡ് ഫോർഡ് കടന്നു വരുന്നത് എന്നാണ് വിവരം. അവിടെയും ഒരു 70 മുതൽ 80 വരെ വിമാനങ്ങളുണ്ടാകും, ഡിസ്ട്രോയേഴ്സ് കൂടെ ഉണ്ടാകും. ഇതൊക്കെ നാവികമായ വൻപൻ ബിൽഡപ്പാണ്. അപ്പം യുദ്ധമെന്ന് പറയുമ്പോൾ കര, നാവിക, വ്യോമ സേനകൾ. ഇവിടെ നാവികസേനയുടെ വ്യോമ വിഭാഗവും ആണ് കൂടുതലായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ആകാശങ്ങളിൽ യുദ്ധം ജയിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഓൺ പേപ്പർ പ്രൊജക്റ്റ് ചെയ്യുക, ആ ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഫർദർ നെഗോസിയേഷൻ, തുടർ ചർച്ചകൾ നടത്തുക, ഇത് അമേരിക്കൻ തന്ത്രമാണ്. അതേ തന്ത്രം തന്നെയാണ് ഇറാനും പ്രയോഗിക്കുന്നത്. ഇറാന് നിലവിലുള്ള, ഇപ്പോൾ ഇറാൻ ഒരുപക്ഷെ കടലിനടിയിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടായേക്കാം,
നിരീക്ഷണ സംവിധാനങ്ങൾ ഇറാൻ്റെതായ രീതിയിൽ അമേരിക്കയുടെ അത്രയും സോഫിസ്റ്റിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ചൈന സഹായിക്കും, റഷ്യ സഹായിക്കും. നിരീക്ഷണത്തിന് വേണ്ടി അവർക്ക് ലഭിക്കുന്ന ഡേറ്റ ഒരുപക്ഷെ ഇറാനുമായി ഷെയർ ചെയ്തു എന്നിരിക്കാം. അപ്പോൾ ഇറാൻ്റെ തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളാകാം പറയുന്നത്. പക്ഷേ അവിടെയും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ കേക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഒരു ഭരണമാറ്റം വന്ന് ഒരു നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ ജീവനോടെ എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്, പ്രസിഡന്റിനെ ഭാര്യയും. ആ രീതിയിൽ ലളിതമായി ഇറാനിൽ ഒരു ഓപ്പറേഷൻ നടക്കില്ല എന്ന് സൈന്യത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇത്രയധികം ബിൽഡപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത 1993 സദ്ദാം ഹുസൈനെതിരെ യുദ്ധം നടന്ന സമയമാണ്. 2003 വീണ്ടും യുദ്ധം നടക്കുന്നു. ഈ 2003 നടന്ന അവസാന ബിൽഡപ്പിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ബാറ്റിൽ ഷിപ്സുകളുടെയും ഡിസ്ട്രോയേഴ്സിൻ്റെയും വിമാനവാഹിനി കപ്പലുകളുടെയും കരയിലെ സേനാ നീക്കത്തിൻ്റെയും ഒക്കെ ഒരു ചിത്രം. ഏതാണ്ട് എപ്പോഴും അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം 35,000 മുതൽ 40,000 വരെ അമേരിക്കൻ മെറീൻസ് അല്ലെങ്കിൽ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ട്രൂപ്സ് ഗൾഫിലെ പല മേഖലകളിലായിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. ഒരു 10,000 അവിടെ എണ്ണവും ട്രൂപ്സിൻ്റെ എണ്ണവും കൂടിയിരിക്കുന്നു. ഇതെല്ലാം കാട്ടുന്നത് യുദ്ധസജ്ജരാണ് തങ്ങൾ എന്ന് അറിയിക്കുന്നതിന് തുല്യമായിട്ടാണ്. അതാണ് നമുക്ക് ഒബ്ജക്റ്റീവായി എടുക്കാനൊക്കുന്ന നിഗമനം. അതുകൊണ്ട് യുദ്ധം വരുമെന്ന് പറയാൻ ഞാൻ ആളല്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ വാരാന്ത്യത്തോടെ ഇറാനിൽ ആക്രമണത്തിന് തയ്യാറാണ് എന്നാണ് US സൈന്യം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് അതിന് അനുമതി നൽകിയിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. ഒരുപക്ഷെ ആക്രമണത്തിന് ട്രംപ് അനുമതി നൽകിക്കഴിഞ്ഞാൽ അതൊരുപക്ഷെ ആഴ്ചകളോളം നീളുന്ന യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തലുമുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക്. അതിനുള്ള സാധ്യതയുണ്ടോ? അമേരിക്ക ഏറ്റവും ഭയക്കുന്നതും വെറുക്കുന്നതും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതും ലോങ് വാറാണ്. ലോങ് ഡ്യൂറേഷൻ വാർ, പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതൊഴിവാക്കേണ്ടത് എന്തുകൊണ്ടാണ്? അമേരിക്ക എന്നെല്ലാം ദീർഘമായ യുദ്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ, അപ്പോഴെല്ലാം തന്നെ ആത്യന്തികമായി അമേരിക്കയ്ക്ക് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നു. അത് വിയറ്റ്നാമിൽ കണ്ടതാണ് 70കളിൽ, അത് അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ് സമീപകാലത്ത്, അവിടെ നിന്നെല്ലാം ഇറാഖിൽ കണ്ടതാണ്. അവിടെ ഒന്നും തന്നെ ശാശ്വതമായി അമേരിക്കയ്ക്ക് നിൽക്കാനാവില്ല. അതേസമയം ഷോർട്ട് ഡ്യൂറേഷൻ വാർഫെയർ അല്ലെങ്കിൽ സർജിക്കൽ പ്രിസിഷൻ സ്ട്രൈക്ക്, ഹിറ്റ് ആൻഡ് റൺ, ഇത് സാധിക്കും. ഒരുപക്ഷെ ഭരണമാറ്റവും സാധിക്കും. ഏതാണ്ട് 33ഓളം ഭരണകൂടങ്ങളാണ് ഈ കഴിഞ്ഞ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാളിതുവരെയുള്ള സമയത്ത് അമേരിക്ക നേരിട്ട് ഇടപെട്ട് പുറത്താക്കിയ ലോക ഭരണകൂടങ്ങൾ. 196 രാജ്യങ്ങളിൽ 33 അമേരിക്കയുടെ കൈവെപ്പോടുകൂടി ഉണ്ടായ ഭരണമാറ്റം. അവിടെ എല്ലാം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈനിക നടപടി, ഒന്നുകിൽ ആഭ്യന്തരമായി ഉദ്ദീപിപ്പിച്ച ഒരു സൈനിക നടപടി, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് കടന്നു വരുന്നൊരു സൈനിക നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അമേരിക്കയുടെ രീതിശാസ്ത്രം. അതുകൊണ്ട് ഇപ്പോഴും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ്. യു ബെറ്റർ നെഗോഷിയേറ്റ് ആൻഡ് സൈൻ ഓൺ ദ ഡോട്ടഡ് ലൈൻസ്. ആ ഡോക്യുമെൻറ്റിൽ എന്താണെന്ന് ഞങ്ങൾ പറയും, അടിയിലുള്ള ഡോട്ടഡ് ലൈനുണ്ട്, നിങ്ങൾ അതിൽ വന്ന് സൈൻ ചെയ്യുക, മര്യാദയ്ക്ക് അത് ചെയ്യുക, അല്ല എങ്കിൽ ഞങ്ങളുടെ ഫയർ പവർ ഞങ്ങൾ കാട്ടിത്തരും. ഇതാണ് ഗൺ പവർ അല്ലെങ്കിൽ ഗൺ ബോട്ട് ഡിപ്ലോമസി എന്നൊക്കെ പറയുന്നതാണ്. ബ്രിങ്ക് മാൻഷിപ്പ് എന്ന് പറയും. കുറച്ചുകൂടി നയതന്ത്ര ഭാഷയിൽ പറയുമ്പോൾ അതാണ് ബ്രിങ്ക് മാൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ചുറ്റും എല്ലാ സന്നാഹങ്ങളും ബ്രിങ്കിൽ കൊണ്ടുവന്ന് വെക്കുക, എൻസർക്കിൾ ചെയ്യുക, എന്നിട്ട് അണ്ടർ ഡ്യൂറസ് സ്ട്രെസ്സിൻ്റെ പരകോടിയിൽ മറുപക്ഷത്തെ എത്തിച്ചു നിർത്തിയതിന് ശേഷം തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ എനിമിയെ കൊണ്ട്, ആ ഒരു റൈവലിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക. ഇതിൻ്റെ പേര് ഡിപ്ലോമസി എന്നാണോ മറ്റെന്തോ ആണോ എന്ന് പറയാനാവില്ല. ഇതാണ് ട്രംപ് പയറ്റുന്ന, മുൻകാലങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റുമാർ പയറ്റിയിരുന്ന ഒരു നയതന്ത്ര മോഡലാണ്. ആ മോഡൽ എക്കാലത്തും ഫലപ്രദമായി പയറ്റിയെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ മോഡൽ പരാജയപ്പെടുമ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത്. സൈൻ ചെയ്തില്ല, യുദ്ധമാണ്. യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇറാനിൽ അങ്ങനൊരു യുദ്ധമുണ്ടായാൽ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് അതിനേക്കാളും രൂക്ഷമായി സംഭവിക്കും. ഏതാണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഏതാണ്ട് 20 വർഷത്തോളം 2001, 2002 മുതൽ ഈ അമേരിക്കൻ ട്രൂപ്സ് വിട്ടുപോകുന്നത് വരെ 2 പതിറ്റാണ്ട് നീണ്ടു നിന്ന അമേരിക്കൻ സ്പോൺസേഡ് ഭരണകൂടം അല്ലെങ്കിൽ അമേരിക്കൻ ട്രൂപ്സ് അവിടെ ഉണ്ടായിരുന്നു. $6 ട്രില്യൺ ചെലവഴിച്ചത്. ഇതൊക്കെ ചെലവഴിക്കാൻ അമേരിക്കയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാദഗതിയുമായി ഡൊണാൾഡ് ട്രംപ് സംവിധായകരുടെ നേരെ ഇറങ്ങിയത്. അവരോട് എന്തു പറയും? വീണ്ടും അതിനേക്കാൾ വളരെ കൂടുതൽ ചെലവുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ
ഇറാനിൽ നടത്താൻ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഒരു ഭരണകൂടത്തെ സ്ഥാപിച്ചു എന്നതുകൊണ്ട് നിലനിൽക്കാനാവില്ല. ആ ഭരണകൂടത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കൻ ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ ആവശ്യമാണ്. ഇനീഷ്യൽ സ്റ്റേജിലെങ്കിലും ഇറാനെ പോലെ ടോപ്പോഗ്രഫിയുള്ള രാജ്യത്ത് എന്തുമാത്രം ഗറില്ല യുദ്ധമുറ സാഹചര്യമുണ്ട്. മലനിരകളില്ലേ ഇറാന്? തെക്ക് സാഗ്രോസ് മലനിരകളുണ്ട്, അത് നാച്ചുറൽ ഒരു ഫോർട്രസ്സാണ്. അതുപോലെ വടക്ക് മലനിരകളുണ്ട്, കാസ്പിയൻ സീയുമായിട്ട് അടുത്ത്. നടുക്ക് മരുഭൂമിയുണ്ട് ഇറാനിൽ, 2 വലിയ മരുഭൂമികളുണ്ട്, ഉഷ്ണമായ ഭൂമിയാണത്. ഇവിടെയൊക്കെയുള്ള വാർഫെയർ എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ നഗരങ്ങളിൽ ജീവിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ നഗരങ്ങൾ സ്കാറ്റേർഡാണ്. ഈ നഗരങ്ങളെല്ലാം ഒന്നൊന്നായി പിടിച്ചെടുക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും അവിടെ എല്ലാം തന്നെ ഒരു പുതിയ കൾച്ചർ കൊണ്ടുവരികയും ചെയ്യുക എന്നത് പെട്ടെന്ന് ഒരു കൽപ്പന അമേരിക്കയിൽ നിന്നും വന്നാൽ അവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, ഒരു പുതിയതായി ഒരു ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ പ്രതിഷ്ഠിച്ചാലും ആ ഭരണകൂടത്തെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അമേരിക്കയുടെ പ്രസൻസ് അവിടെ ഉണ്ടാകണം. അല്ലെങ്കിൽ അതിഭയങ്കരമായ റെസിസ്റ്റൻസ് ഇറാനുള്ളിൽ ഉണ്ടാവാം. ഇതെല്ലാം മുൻകൂട്ടി പ്രീഎംപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൈനിക നടപടിയിലേക്ക് കടക്കാനാവൂ. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈസ് ടേക്കിംഗ് ടൈം, ഹിസ് ഓൺ ടൈം, വെയിങ് ഓപ്ഷൻസ്. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെല്ലാം തന്നെ ഒരു ഉടമ്പടിയിലൂടെ. അപ്പോൾ ആണവ കരാർ, ഇനി ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം ചെയ്യില്ല, ഞങ്ങൾ മിസൈലുകളെല്ലാം എടുത്ത് മാറ്റിക്കൊള്ളാം, ഞങ്ങളുടെ ആണവ ഫിസൈൽ മെറ്റീരിയലെല്ലാം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിക്കൊള്ളാം, അമേരിക്ക ഉദ്ദേശിക്കുന്ന എല്ലാം അങ്ങ് എഴുതി തരാൻ ഇറാൻ തയ്യാറാണെങ്കിൽ പിന്നീട് യുദ്ധത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. ഇസ്രായേലിന് പേടിക്കേണ്ട കാര്യമില്ല, ഇറാനിൽ നിന്ന് ഒരു മിസൈൽ പോലും വരില്ല എന്ന ഊഹമുണ്ട്. പിന്നെ ഭരണമാറ്റം എന്നതൊരു പക്ഷേ ഈ ഭരണകൂടത്തിന് അംഗീകരിക്കാനാവില്ല. അതൊരു കരാറിലൂടെ ഞങ്ങളിതാ പുറത്തേക്ക് പോകുന്നു, ഞങ്ങളുടെ ഭരണകൂടം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളങ്ങ് പോകുന്നു എന്ന് മാത്രം ആയത്തുള്ള അലി ഖൊമേനിക്ക് പറയാനാവില്ലല്ലോ. അതൊഴിച്ചുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും വേണമെന്ന വാശിയിലാണ് അമേരിക്ക നിൽക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ നിലയിൽ യുദ്ധമല്ലാതെ അത് സാധിക്കാൻ സാധ്യതയില്ല. 2 ഇടത്തും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അമേരിക്ക വിട്ടുവീഴ്ച എന്ന നിലയിൽ ഒരുപക്ഷെ അമേരിക്ക സാങ്ഷനിൽ വലിയ ഇളവ് വരുത്തേണ്ടി വരും. ഇറാൻ്റെ എണ്ണ വിദേശത്തേക്ക് പോകത്തക്ക സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടി വരും. ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണശാലകൾ വർക്ക് ചെയ്യുകയും ഇറാന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പണം കണ്ടെത്താനുള്ള അവസരം ഒരുക്കേണ്ടി വരും. അതാണ് ഇറാൻ ആവശ്യം. ഇറാൻ എന്നതൊരു ഭരണകൂടം മാത്രമല്ല, ഇറാൻ എന്നത് ജനതയുടെ സംസ്കാരമാണ് അല്ലേ. മറുവശത്ത് അമേരിക്ക എന്താണ് ആവശ്യം? ഇറാൻ്റെ ഭാഗത്ത് പ്രകോപനങ്ങൾ ഉണ്ടാവുന്നില്ല, ആണവമായ ഇറാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല എന്ന ഉറപ്പുകളാണ് വേണ്ടത്. ആ ഉറപ്പുകൾ വെറുതെ വാക്കുകൾ പറഞ്ഞാൽ പോരാ, അതിന് ചില സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ വേണം. ആ തെളിവുകൾ ഒരു കരാറിലൂടെ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ആക്രമണത്തിലൂടെ ഇറാൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു കൊണ്ടുവരിക എന്ന ലളിതമായ യുക്തിയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ആത്യന്തികമായി ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു ലാർജർ റെറ്ററിക്കുമായി ചേർന്ന് പോകുന്നതേ അല്ല. ലോകത്ത് സമാധാനം സ്ഥാപിക്കുമെന്ന് പറഞ്ഞു വന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കൂടുതൽ യുദ്ധങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസിസ്റ്റൻസി പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത, ക്ലിപ്തത, കൺസിസ്റ്റൻസി, തുടർച്ച ഉണ്ടാകുന്നില്ല എന്നതാണ്. അങ്ങനെ മാറ്റിയും മറിച്ചും നിരന്തരം പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തും എന്നൊരു സന്ദേഹവും എനിക്കുണ്ട്. ഇവിടെ പ്രസിഡന്റിന്റെ ഒരു ഉത്തരവിനപ്പുറം തീ തുപ്പാൻ തയ്യാറായി അമേരിക്കൻ സൈന്യം കാത്തിരിക്കുകയാണ്. പക്ഷേ ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന് അന്തിമാനുമതി നൽകിയിട്ടുമില്ല. ചർച്ചയിലൂടെ ധാരണയിലെത്താമെന്നും ഇറാൻ ആണവ ഡീലിന് തയ്യാറാകുമെന്നും ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാകുമോ? അതാണോ ഈ ആക്രമണത്തിന് അനുമതി നൽകാൻ താമസിക്കുന്നത്? ദിസ് ഈസ് വിഷ്ഫുൾ തിങ്കിങ്. ട്രംപിന് അങ്ങനെ ആഗ്രഹിക്കാം. കാരണം ട്രംപ് ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡൻ്റാണ്. അതിനർത്ഥം എല്ലാ കാര്യങ്ങളും നെഗോസിയേഷനിലൂടെ ഒരു ഡീൽ ആക്കി പരമാവധി കഠിനമായ വിലപേശൽ നടത്തുക ഒരു കച്ചവടക്കാരൻ്റെ തന്ത്രമല്ലേ. തങ്ങളുടെ മനസ്സിലുള്ളത് വ്യക്തമായിട്ട് പറയാതെ നിഗൂഢത ഒളിപ്പിച്ചു വെച്ച് എന്നാൽ ശക്തി കാട്ടിക്കൊണ്ട് ഡിസ്കഷനിൽ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ചർച്ചകളിൽ ഏർപ്പെടുക, എന്നിട്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് കൊണ്ടെത്തിക്കുക. അതെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഒരു വിശ്വാസം. അത് ആഗ്രഹം മാത്രമാണ്. പക്ഷേ ഇവിടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്നത് പോലെയല്ല വെനിസ്വേല. ഈ സമീപകാലത്തെ ഇടപെടലുകളാണല്ലോ വെനിസ്വേലയെക്കുറിച്ച് വീണ്ടും പറയാൻ നിർബന്ധിതരാകുന്നത്. അതുപോലെയുള്ള സാഹചര്യമല്ല. ആ സാഹചര്യം വിലയിരുത്തുമ്പോൾ യുദ്ധത്തിന് തന്നെയുള്ള ഒരു സജ്ജീകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഒരുപക്ഷേ ട്രംപിനറിയാം. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കുന്ന ഒരു ഘട്ടമാണിത്. യുദ്ധം. അപ്പോൾ അമേരിക്കയുടെ മൈൻഡ് സെറ്റ് റെഡിയാകണം.
പോരാടാനുള്ള ഭടന്മാരുടെ അല്ലെങ്കിൽ സൈനികരുടെ പ്രൊഫഷണലുകളാണ് അവർ. അമേരിക്കൻ സൈനികർ കൃത്യമായ പ്രൊഫഷണലുകളാണ്. അവരുടെ ഒരു മൈൻഡ് സെറ്റ്, വാർ ഓറിയൻറ്റഡ് ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ വരേണ്ടതുണ്ട്. സന്നാഹങ്ങൾ മുഴുവൻ ഒരുക്കണം. എടുത്തു ചാടി യുദ്ധം ചെയ്ത് കൈപൊള്ളുന്ന അവസ്ഥ ഉണ്ടാവരുത്. അമേരിക്കയുടെ ഏതാനും കപ്പലുകൾ മുങ്ങുന്നു എന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം പൊതുജന അഭിപ്രായമാണ് അമേരിക്കയിൽ ട്രംപിനെതിരെ ഉയരുക. അതുമാത്രമല്ല, ട്രംപിന് തെരഞ്ഞെടുപ്പുകൾ നേരിടാനുണ്ട്. നവംബർ മാസം വന്നാൽ നവംബർ 2026 കോൺഗ്രഷണൽ ഇലക്ഷൻ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് സെനറ്റ് ഇലക്ഷൻ നടക്കും. അവിടെയൊക്കെ കഴിഞ്ഞ വർഷത്തെ കണക്കാണെങ്കിൽ 2025 നവംബർ നടന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അമ്പേ പരാജയമായിരുന്നു സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും. ഇപ്പോൾ പരാപരം ഭൂരിപക്ഷമുണ്ട്. ട്രംപ് എടുക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നയതന്ത്രവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ഡീലുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് കോൺഗ്രസ്സാണ്, അമേരിക്കൻ പാർലമെൻറ്റാണ്. അവിടെ രണ്ട് സഭകളിലും ന്യായമായ ഒരു കംഫർട്ടബിൾ മാർജിൻ ട്രംപിന് അനുകൂലമായി ലഭിക്കുന്നില്ല എങ്കിൽ ഇത് പുഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡെമോക്രസിയുടെ ഒരു വിജയമെന്ന് പറയുന്നത്. ഫെഡറലിസത്തിൻ്റെയും ഡെമോക്രസിയുടെയും ഒരു സ്പിരിറ്റ് അതാണ്. ഇത് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ട് ഒന്ന്, ഇലക്ഷന് മുൻപ് എന്തെങ്കിലും യുദ്ധം ചെയ്ത് തങ്ങൾ ഇത്ര നേടിയെടുത്തു എന്ന് കാട്ടണം. മറ്റേതെല്ലാം പ്രസ്താവനകളല്ലേ ഉള്ളൂ. ഞാൻ സമാധാനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ താൻ ഇടപെട്ട് യുദ്ധം ഒഴിവാക്കിയെന്ന് പറയുന്നു. പക്ഷേ ടെൻഷൻ റിമെയിൻസ്. ഇല്ല, റഷ്യ ഉക്രൈൻ യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ഇസ്രായേൽ ബോർഡ് ഓഫ് പീസ് കൊണ്ടുവരുന്നു ഗാസയിൽ എന്ന് പറയുന്നു. അത് ഐക്യരാഷ്ട്ര സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ബോർഡ് ഓഫ് പീസാണ്. അമേരിക്കൻ ജനത ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ട്രംപ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനത എന്നർത്ഥമില്ല. അമേരിക്കൻ ജനത ഒരു നിർണായക അവസരത്തിൽ അധികാരം കൊടുത്ത ഒരാളാണ് ഒരു തെരഞ്ഞെടുപ്പിലൂടെ. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു തിരുത്തൽ ശക്തിയാകാൻ കഴിയും അമേരിക്കയുടെ സംവിധായകർക്ക്. അത് തെരഞ്ഞെടുപ്പുകളിലൂടെയും മിഡ് ടേം ഇലക്ഷനിലൂടെയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്, കൽപ്പനകൾ കൊടുക്കുകയാണ് സൈന്യത്തിന്. ഞാൻ റെഡി ആയിട്ടില്ല, പക്ഷേ ഞാൻ റെഡിയായാൽ ഉടൻ നിങ്ങളോട് പറയും, നിങ്ങൾ റെഡിയായിരിക്കൂ. സൈന്യത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും പ്രിപ്പയർഡ്നെസ് ഉണ്ട്. അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഓർഡർ വളരെ വിലയേറിയ ഒരു ഓർഡറാണ്. അതുകൊണ്ടുണ്ടാകുന്ന റാമിഫിക്കേഷൻ അമേരിക്കൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അതിൻ്റെ റാമിഫിക്കേഷൻ, റിപ്പർക്കഷൻസ് അനുഭവിക്കും എന്നത് അറിയാൻ ഉള്ള ബുദ്ധി ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിക് സൈലൻസ് ഇപ്പോൾ പുലർത്തുന്നതിൻ്റെ അടിസ്ഥാനവും ഒരുപക്ഷെ അതായിരിക്കണം.